എല്ലാവർക്കും നമസ്കാരം. ശ്രീമാസിലേക്ക് സ്വാഗതം. കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. എല്ലാവരും ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സാമാണ് കമ്പനി ബോർഡ് LGS. കാരണം കമ്പനി ബോർഡ് LGSല് ധാരാളം വേക്കൻസികൾ വരാൻ സാധ്യതയുള്ളതാണ്. 3500 പരം വേക്കൻസികൾ വരാൻ സാധ്യതയുള്ളതാണ്. 2027 മുതൽ 2030 വരെയുള്ള വേക്കൻസികൾ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് നികത്തപ്പെടുന്നത്. ഇവിടെ നമുക്കിത് വിശദമായിട്ട് നോക്കാം. നെയിം ഓഫ് ദ വ്യത്യസ്ത കമ്പനികളിലാണ് നിയമനം ലഭിക്കുന്നത്. പോസ്റ്റിന്റെ പേര് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്. സെയിൽ ഓഫ് പേ ഇതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം വിവിധ കമ്പനികളിലും വിവിധ ബോർഡുകളിലും വ്യത്യസ്ത ശമ്പളമായിരിക്കും പറയുന്നത്. എന്തായാലും അബവ് 23,000 ആണ്, 23,000 കൂടുതലാണ് ഉണ്ടാവുക. നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ്. വേക്കൻസികൾ വരാൻ സാധ്യതയുള്ളതാണ്. 3500 പരം വേക്കൻസികൾ വരാൻ സാധ്യതയുള്ളതാണ്. 2027 മുതൽ 2030 വരെയുള്ള വേക്കൻസികൾ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് നികത്തപ്പെടുന്നത്. അതിന്റെ ഗസറ്റ് ഡേറ്റ് 30/10/2025. ഇത് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് December 3, 2025 December 3. ഇതിന്റെ കാറ്റഗറി നമ്പർ അത് ഓർത്തിരിക്കുക. കാറ്റഗറി നമ്പർ 423/2025 ആണ്. ഇത് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പ്രൊബേഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ജോലി ലഭിച്ചതിന് ശേഷമുള്ള പരിശീലന കാലഘട്ടമാണ്. അത് അവർ പറയും. അത് ഇപ്പൊ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഈ ആപ്ലിക്കേഷൻ അയക്കാനുള്ള വെബ്സൈറ്റ് അഡ്രസ് എന്ന് പറയുന്നത് www.keralapsc.gov.in എന്ന അഡ്രസ്സിൽ വേണം, എന്ന വെബ്സൈറ്റിൽ വേണം ആപ്ലിക്കേഷൻ അയക്കാൻ ഓൺലൈനായിട്ട്. ലാസ്റ്റ് ഡേറ്റ് ഫോർ ദ റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന അവസാന തീയതി December 3 ആണ്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. ഇത് പ്രിലിംസും അങ്ങനെ 2 എക്സാമായിട്ടൊക്കെ നടത്താൻ, പ്രിലിംസും മെയിൻസും അങ്ങനെ 2 എക്സാമായിട്ട് നടത്താൻ സാധ്യതയില്ല. ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം, പഴയതൊക്കെ ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആയിട്ടായിരുന്നു നടത്തുന്നത്. ഇത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആയിട്ടാണ് നടക്കുന്നത്. ജൂണിലാണ് ഈ ടെസ്റ്റ് പ്രതീക്ഷിക്കുന്നത്. 7 മാസ കാലഘട്ടമുണ്ട്. നന്നായി പ്രിപ്പയർ ചെയ്താൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഇതിൽ ടോപ്പിലെത്താൻ കഴിയുന്നതാണ്. ശ്രീമാസ് ധാരാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് നല്ല ഡെഡിക്കേഷനോടുകൂടി പഠിച്ചാൽ തീർച്ചയായിട്ടും ധാരാളം, എത്രയധികം വേക്കൻസി വരുന്ന പോസ്റ്റ് വേറെ ഇല്ല. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ്, നിയമന രീതി എങ്ങനെയാണെന്ന് നോക്കാം. നേരിട്ടുള്ള നിയമനമാണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് എത്ര വയസ്സ് വരെയുള്ളവർക്കാണെന്ന് നോക്കാം. 18 മുതൽ 36 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിയിൽപ്പെട്ടവർക്കുള്ളത്. അതായത് 2/1/1989 1/1/2007 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ജനറൽ കാറ്റഗറി 18-36 ആണ്. OBCക്ക് ആണെങ്കിൽ 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് 2/1/1986 1/1/2007 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. SC ST ഷെഡ്യൂൾഡ് കാസ്റ്റ് OBC അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി 3 വർഷത്തേളം, അതായത് 2/1/1986 1/1/2007 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. SC ST ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് അവർക്കാണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണുള്ളത്. അതായത് 2/1/1984 1/1/2007 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. പിന്നെ ക്വാളിഫിക്കേഷൻ പറയുന്നത് 7th സ്റ്റാൻഡേർഡ് ആണ്. 7th സ്റ്റാൻഡേർഡ് ആണെങ്കിലും ഡിഗ്രി ഒക്കെ ഉള്ളവർക്കും അപേക്ഷിക്കാം. അതിന് പ്രത്യേക വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. ഇവിടെ സൈക്ലിംഗ് അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. ഡിസേബിൾഡ് ആയിട്ടുള്ള, അതായത് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാരെ അതിൽ നിന്ന് സൈക്ലിംഗ് വേണമെന്ന് നിർബന്ധമില്ല, അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ജൂണിലാണ് ഈ ടെസ്റ്റ് പ്രതീക്ഷിക്കുന്നത്. 7 മാസ കാലഘട്ടമുണ്ട്. നന്നായി പ്രിപ്പയർ ചെയ്താൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഇതിൽ ടോപ്പിലെത്താൻ കഴിയുന്നതാണ്. ശ്രീമാസ് ധാരാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഡെഡിക്കേഷനോടുകൂടി പഠിച്ചാൽ തീർച്ചയായിട്ടും ധാരാളം, എത്രയധികം വേക്കൻസി വരുന്ന പോസ്റ്റ് വേറെ ഇല്ല. നിങ്ങൾക്ക് ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ട ബോർഡ് LGS പ്രിപ്പറേഷൻ കോച്ചിങ് ക്ലാസ്സുകൾ നടത്തുന്നതാണ്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇതിൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.